കേരളത്തിലെ വ്യാവസായിക രംഗത്തെ പുരോഗതിയെക്കുറിച്ച് ദേശീയ ദിനപത്രത്തിൽ ലേഖനമെഴുതി ശശി തരൂർ എം പി. തരൂരിന് നന്ദി പറഞ്ഞ വ്യാവസായിക മന്ത്രി പി രാജീവ് കേരളത്തിന്റെ മുന്നേറ്റത്തിനായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന ഞങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യം തരൂർ സ്വന്തം വാക്കുകളിൽ ലേഖനത്തിൽ പങ്കുവച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ ദിനപത്രത്തിലാണ് കോൺഗ്രസ് എം പി ശശി തരൂർ കേരളത്തിലെ വ്യാവസായിക രംഗത്തെ പുരോഗതിയെക്കുറിച്ച് ലേഖനമെഴുതിയത്. 1991 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിച്ചതിന് സമാനമായ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ പറയുന്നു. മാറുന്ന കേരളം മുടന്തുന്ന ആനയിൽ നിന്ന് വഴങ്ങുന്ന കടുവയിലേക്ക് എന്നതാണ് ലേഖനത്തിന്റെ തലക്കെട്ട്. 2021 ജൂലൈ 1-നും 2023 ഡിസംബർ 31-നും ഇടയിലുള്ള കാലയളവിൽ ആഗോളതലത്തിലുള്ള വളർച്ച 46%, കേരളത്തിലേത് അത് 254%. 45 ലക്ഷം കമ്പനികളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് കീഴിലാണല്ലോ ഈ മാറ്റമെല്ലാം നടക്കുന്നത്. ചിലപ്പോൾ അതിശയമുയർത്തുന്ന കാര്യമായിരിക്കും. എന്നാൽ അതങ്ങനെയല്ലെന്നും വളർച്ചയുടെയും സമൃദ്ധിയുടെയും പാത ചെങ്കൊടിയിലും സമരങ്ങളിലുമല്ല, ക്യാപിറ്റലിസത്തിലും സംരംഭകത്തിലുമെല്ലാമാണെന്ന് നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2026 തെരഞ്ഞെടുപ്പ് തോറ്റാൽ അവർ പഴയ വഴികളിലേക്ക് തിരിച്ചു പോവുമോ എന്ന സംശയം പലർക്കുമുണ്ട്. അതങ്ങനെയാവില്ലെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും തരൂർ കൂട്ടിച്ചേർക്കുന്നു. പിന്നാലെ തരൂരിന് നന്ദി പറഞ്ഞ് മന്ത്രി പി രാജീവ് രംഗത്തെത്തി. സമീപകാലത്ത് കേരളം വ്യാവസായിക രംഗത്ത് നേടിയ നേട്ടങ്ങളെ വളരെ പോസിറ്റീവായാണ് ശശി തരൂർ നോക്കിക്കാണുന്നതെന്നും LDF സർക്കാർ കൊണ്ടുവന്ന കേരളത്തിന്റെ പുതിയ വ്യവസായ നയത്തെ ഉൾപ്പെടെ വലിയ മാറ്റമായി അംഗീകരിക്കാൻ തരൂർ തയ്യാറായെന്നും കേരളത്തിന്റെ മുന്നേറ്റത്തിനായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന ഞങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യവും അദ്ദേഹം സ്വന്തം വാക്കുകളിൽ ഈ ലേഖനത്തിലൂടെ പങ്കുവച്ചെന്നും പി രാജീവ് കുറിച്ചു. ഒടുവിൽ നന്ദി, കേരളത്തിനായി ഒന്നിച്ചു നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശി തരൂരിന്റെ ലേഖനം പങ്കുവെച്ചുകൊണ്ട് മന്ത്രി പി രാജീവ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.